ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓട്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പുമാവാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിത് പൊട്ടിച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ആ രൂപത്തിൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതേ പാൻ തന്നെ ഞാൻ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്ന ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കാൽ കപ്പ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരാനുണ്ട്. 2 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ കുറച്ച് വെള്ളം കിട്ടും അതിൽ. ഇനി നമ്മൾ വറുത്തെടുത്ത ഓട്സും കൂടെ അതിലോട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഓട്സ് ഒന്ന് വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഓട്സൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് ആക്കി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കയറി പോകരുത്, നമ്മൾ ഓട്സിക്കുള്ള ഉപ്പൊക്കെ അതിലുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഓട്സ് കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.